അതല്ലടി ഞാൻ ചോദിച്ചു, എനിക്കറിയാവുന്നവളാണോ അതോ? നിനക്ക് അറിയാത്തവളാ. എനിക്കറിയാത്തവളാ. നിനക്കറിയാത്തവളാ. ആ കണ്ടല്ലേ ചേച്ചി വന്നു. ജയന്ത്രങ്ങൾ എവിടെ നീട്ടിയത്? ചേച്ചി ഉണ്ടല്ലോ, ഒരു അക്ഷരം പറയേണ്ടത് ഇവിടെ ഇറങ്ങിപ്പോയത്. വലിയ അത്യാവശ്യം വന്ന് ഓടിപ്പോയി കാണൂടി. എന്താ അത്യാവശ്യം? ഒന്ന് വിളിച്ചിട്ട് പോക്കൂടെ അറ്റ്ലീസ്റ്റ്. ഞാനൊന്ന് വാഴക്കാല വരെ വന്നാ, അപ്പൊ പിന്നെ ഇവിടെ വരെ കയറിയിട്ട് പോവാന്ന്. നല്ല മീനും കിട്ടി, മീനും വാങ്ങിച്ചു. നീ അമ്മയുടെ കൈ കൊണ്ട് മീൻ വെച്ച് ചോറ് നിന്നിട്ട് പോകണം. എന്താണ് കവറില്? കവറിൽ എന്റെ കുറച്ച് സാധനങ്ങൾ. സാധനം അറിയാം, എന്ത് സാധനമാ? ആ അതൊരു ടോപ്പ് ഷേപ്പ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ പറഞ്ഞ വഴിക്കൊരു ടോപ്പ് മേടിക്കുകയും ചെയ്യും. ആർക്ക്? എനിക്ക്. വേറൊന്നുമില്ലേ? വേറെന്ത്? നിനക്ക് എന്തെങ്കിലും വില കോലിമിട്ടായി വേണമായിരുന്നോ? എനിക്കൊന്നും വേണ്ട. ജയന്ത്രങ്ങളെ അങ്കിൾ ആ മീനിങ് നമ്മൾ ഇവിടെ സംസാരിച്ചിട്ടുണ്ടെന്നാലേ ഇതിങ്ങ് ചീഞ്ഞു പോകത്തേ ഉള്ളൂ. ഉണ്ടാക്കുന്നതാണ് നല്ലത്. അല്ല ചേച്ചിക്ക് പോവാൻ നേരത്തെ അതിനൊന്ന് വിളിച്ചിട്ട് പോക്കൂടായിരുന്നോ? ഞാൻ ജംഗ്ഷനിൽ പോണത് നിന്നെ എന്തിനാ വിളിക്കണേ? ഒരിടത്തോട്ട് പോവല്ലേ, ചുമ്മാ വിളിച്ചൂടെ? എടി ഞാൻ കറങ്ങാൻ പോയതൊന്നും അല്ല, ആ ഷേപ്പ് ചെയ്ത ടോപ്പ് മേടിക്കണായിരുന്നു. പിന്നെ ആ ഒരു കടയെ കണ്ടപ്പോഴത്തേക്ക് നല്ല ടോപ്പായത്, അത് മേടിക്കുകയും ചെയ്തു. അത്രേ ഉള്ളൂ. എപ്പൊ എങ്ങോട്ട് പോയതാന്ന് ചോദിച്ചാൽ ഇങ്ങനെ എഴയെ കൂടെ ഉത്തരം പറയണം കേട്ടോ. ഒരു പ്രാവശ്യം ചോദിച്ചാൽ എവിടെ പോയതാന്ന്, അപ്പൊ പറഞ്ഞു മാങ്ങ വാങ്ങാൻ പോയതാന്ന്. മാങ്ങ വാങ്ങിയ സമയത്തിന് ചിക്കൻ കണ്ടു, അപ്പൊ ചിക്കൻ വാങ്ങിട്ട് വന്നു. വെറുതെ കടയിൽ പോയപ്പോ 2 ലക്ഷത്തിന്റെ ഫോൺ കണ്ടു, അപ്പൊ ഫോൺ വാങ്ങിട്ട് വന്നു. ഇങ്ങനെയൊക്കെയാണ് ഉത്തരം പറയാ. എന്റെ ശിവ, നിന്റെ കുഴപ്പം എന്താ? പക്ഷെ പറയുന്നോണ്ടൊന്നും തോന്നരുത്. നീ ആണ്ടിലും കൊല്ലത്തിലാണ് ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. ഇവിടെ വരുന്ന ദിവസമാണെങ്കിൽ അടി ഇടി ബഹളം, എന്നിട്ട് കരഞ്ഞോണ്ട് ഇവിടുന്ന് പോവുകയും ചെയ്യും. ഞാനേ ഇവിടെ നിന്നാ ശരിയാവില്ല. എന്തെങ്കിലും പറഞ്ഞ നമ്മൾ തമ്മിൽ വഴക്കാം. அம்மா உங்க தரவாடு இருக்குல்ல, கோனரத்தல. കോനറത്തല അല്ല, ചോനറത്തല. ചോനറത്തല. അങ്ങ് എനിക്ക് ഒരു വാട്ടി വരണം. ആ വരാല്ലോ. അവിടെ ഇവിടുത്തെ പോലല്ല, ഒരുപാട് കാഴ്ചകളുണ്ട് കാണാന്. പാടവും പറമ്പും പിന്നെ കുളവും ആറും തോടും. പിന്നെ അവിടെ വലിയൊരു കാവുണ്ട്, ഞങ്ങളുടെ കാവാ, കൊടങ്ങരക്കാവ്. അവിടെ ഉഗ്ര സർപ്പവാ. ഭയങ്കര വിശേഷം അവിടുത്തെ കാവിലെ ഉത്സവമൊക്കെ. கண்டிப்பா நான் அடுத்த வாட்டி வரேன். அங்க வந்துட்டு ஒரு 2 நாள் அங்க தங்க போறேன். 2 or 4 നാൾ അവിടെ വന്നിരിക്കാം. പക്ഷെ വന്നു കഴിഞ്ഞാലും നീ അടുക്കളയിൽ ഇറങ്ങത്തില്ലല്ലോ. ஐயோ, இந்த வாட்டி நான் அப்படி பண்ணவே மாட்டேன். அங்க எல்லாம் சுத்தி பார்க்கலாம் இல்ல சிவா? என்ன ஊன்னு இருக்க? பேசாம இருக்க என்ன? ഞാൻ പേശാമ ഇരിക്കുന്നതാണല്ലോ നല്ലത്. എന്താ നിന്റെ പ്രശ്നം പറ. നമ്മള് ചെന്നൈയിൽ നിന്ന് ഇവിടെ ഉള്ളവരെ കാണാനുള്ള ആഗ്രഹത്തിൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അറിയാണ്ട് ഇവിടുത്തെ ചെറിയ ചെറിയ കാര്യത്തിലൊക്കെ ഇടപെട്ട് പോവും. അതിവിടെ ആർക്കും പിടിക്കുന്നില്ല. എന്തുവാ ഇനിയിപ്പം നാളെ വൈകുന്നേരം എങ്ങനെയെങ്കിലും പോയി കിട്ടിയാൽ മതി, എനിക്ക് അത്രേ ഉള്ളൂ. போறியா? என்னெல்லாம் சொல்ற சிவா? இப்படி எல்லாம் சொல்லாதடா. പണ്ട് ചേട്ടൻ ശിവചേച്ചിയുടെ പുറകെ നടക്കായിരുന്നു. ഇപ്പൊ ചേട്ടന്റെ പുറകെ നടക്കാൻ കുറെ ആൾക്കാരുണ്ടല്ലോ. ഞാൻ പറഞ്ഞ സത്യം അമ്മൂമ്മ. ചേച്ചിക്ക് ഇപ്പൊ അമ്മായിയെ മതി, ചേച്ചിക്ക് പിന്നെ നമ്മളെ വേണ്ടല്ലോ. കൊച്ചെ, ഞാൻ വല്ല വിധിനാണ് മിണ്ടാണ്ടിരിക്കുന്നത്. നീ ആയിട്ട് പറയിപ്പിക്കലിട്ട് എന്നെ കൊണ്ട്. ഒന്നുമില്ല, എനിക്ക് എന്റെ ശിവമോളോടാ ഏറ്റവും കൂടുതൽ ഇഷ്ടം. കനാൻഡി ഒന്ന് ഇരിച്ചേ, ഇരിക്കങ്ങോട്ട്. ഇത്ര വലിയ തമാശ പറഞ്ഞിട്ട് ചിരിക്കാണ്ടിരിക്കുന്നത് എങ്ങനെയാ? ഇത്രയും കൊച്ചുമക്കൾ ഉണ്ടായിട്ട് അമ്മമ്മക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്റെ അടുത്താണ്. എന്റെ ദൈവമേ. ചേച്ചിക്ക് എന്താ പരിപാടി? ആരോടാ? എന്നോട് തന്നെ. ഞാനെന്താ ഇവിടെ വന്ന് നിൽക്കുന്നു? എന്റെ വീട് എനിക്ക് എവിടെയെങ്കിലും പോയി നിന്നൂടെ? ചേച്ചിക്ക് എന്താ? എനിക്കൊന്നുമില്ല. ഈ ടോപ്പ് ഇഷ്ടപ്പെട്ടാ നോക്കിയ. എനിക്ക് ഇഷ്ടപ്പെട്ടാൽ എന്താ, ഇഷ്ടപ്പെട്ടില്ല എന്താ? ചേച്ചി ഇടാൻ പോണ സാധനമല്ലേ. എടീ, നിനക്ക് മേടിച്ച സാരി എനിക്ക് ഇഷ്ടപ്പെട്ടാ മതിയാ? എനിക്ക് മനസ്സിലാണ. പിന്നല്ലാണ്ട് എന്നാ ഇഷ്ടപ്പെട്ടാ നോക്കാം, അല്ലെങ്കിൽ വേറെ മാറ്റി മേടിക്കാം. அழகா இருக்கு. എനിക്ക് ആണെങ്കിൽ നേരത്തെ പിന്നെ പറഞ്ഞുകൂടായിരുന്നോ? എങ്ങനെ പറയാനാ? ആ മുഖം കണ്ട് പറയാൻ തോന്നണ്ടോ? ഒടുക്കത്തെ മോടയല്ലേ. നല്ല രസമുണ്ട്. അനിയത്തേക്ക് മാത്രം വാങ്ങിച്ചു, നമുക്കൊന്നും ഇല്ലേ? എടോ, തനിക്കും കല്ലൂനും കൂടെ അല്ല കഴിഞ്ഞ മാസം ഞാൻ പുതിയ ഉടുപ്പ് മേടിച്ചു തന്നത്. ചിരിക്കണ നോക്കിയേ. എന്നിട്ട് എനിക്ക് മാത്രം ഒന്നുമില്ലെന്ന്. என்ன சொன்னாலும் லெச்சுக்கு சிவானா உயிர். நீ இல்லாதப்போ எப்பவுமே சொல்லுவா. ഞാൻ ഇതിനെപ്പറ്റി പറയാറൊന്നുമില്ല. പക്ഷെ ഇപ്പം എപ്പ കണ്ടാലും തമ്മിൽ അടിയാ. അത് പിന്നെ അനിയത്തിമാരും ചേച്ചിയൊക്കെ ആകുമ്പോഴത്തേക്കും അടിയും ബഹളമൊക്കെ ഉണ്ടാവും. പറഞ്ഞു കൊടുക്ക അങ്ങോട്ട്. അല്ലേ? എന്ത് എന്താണ്? എന്താ മുട ഇറക്കലടോ? താനല്ലേ മുട ഇറക്കണേ? എനിക്ക് വല്ലപ്പോഴും വരുന്നുണ്ട് മുട ഇറക്കാൻ.
നീ ഇത് ചെറുതായി എവിടെ പോവാ കൊച്ചെ? നീ കഴിക്കണമൊന്നുമില്ല അവിടെ? കഴിക്കണൊക്കെ ഉണ്ട്. നോക്കിയൊക്കെ പോയി കൊഴിഞ്ഞ്. വെള്ളത്തിന്റെ ഒന്നും ചേച്ചി അറിഞ്ഞൂടാ, ഭയങ്കര കുഴിച്ചിലും. നന്നായി കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. എന്തുവാ കൊച്ചിനെ കാണിക്കുന്നേ? ഞങ്ങൾ തമ്മിൽ തെറ്റിക്കാൻ നോക്കിയ അമ്മൂമ്മ. അങ്ങനെ തട്ടി. സാരമില്ല പോട്ടെ, പോട്ടോ കേട്ടോ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.